ഇവിടുത്തെ അമ്പലത്തിൽ ചെറിയൊരു ഉത്സവമാണ് കേട്ടോ. അമ്പലത്തിലെ കമ്മിറ്റിക്കാർ ഇവിടെ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് പ്രത്യേകം വരണമെന്ന് പറഞ്ഞു അന്നദാനത്തിന്. എന്നാൽ പിന്നെ പോവാമെന്ന് വിചാരിച്ച് ഉച്ചയ്ക്ക് അന്നദാനത്തിന് നേരത്തെ തന്നെ പോയി നിന്നപ്പോഴേ കണ്ട കാഴ്ചയാണിത്. ബിവറേജ് ഷോപ്പിലെ ലൈനൊന്നുമല്ല കേട്ടോ, ഫുഡിന് ക്യൂ നിൽക്കുന്നതാ. എന്നാൽ പിന്നെ നിൽക്കാമെന്ന് വിചാരിച്ച് ആ പുരിവലിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. ചോറ് കഴിഞ്ഞിരിക്കണ്, ഇനി വെച്ചിട്ട് വേണമെന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കണ്? എന്നാൽ പിന്നെ കുറച്ചു നേരം വെയിറ്റ് എന്ന് വിചാരിച്ചപ്പോൾ ചോറേ വരുന്നില്ല. വിശപ്പിൻ്റെ കാഠിന്യം എന്താ അല്ലേ. നേരെ പോയി 2 ഗ്ലാസ് പായസം കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് നല്ല മുളകിട്ട മത്തിക്കറിയും ചോറും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്നു കേക്ക്. എന്നാൽ പിന്നെ അതും കഴിക്കാമെന്ന് വിചാരിച്ച് അതും കഴിച്ച ഷോപ്പിലെത്തിയപ്പോഴാണ് ഷോപ്പിൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ആൻറ്റി നല്ല കിടിലൻ ശർക്കര ചോറുണ്ടായിരുന്നു. അതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുതലാളി വന്ന് പറഞ്ഞത് ഇന്നൊരു മധുരമപ്പ് ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ പോവാമെന്ന് വിചാരിച്ചു അവിടെ എത്തി കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വായ നോക്കിയിരുന്നപ്പോഴാണ് ദേ ഒരു ഡാൻസ്. എന്നാൽ പിന്നെ അതും കൂടെ കാണാമെന്ന് വിചാരിച്ചേ ഡാൻസും കഴിഞ്ഞപ്പോഴാണ് വയറ്റിന് വല്ലാത്തൊരു വിശപ്പ്. എന്താ അറിയില്ല. ആദ്യം ഫുഡ്, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളൂ. അതങ്ങനെയാണല്ലോ അല്ലേ. വിശന്ന് നമ്മളല്ലാതാവും. ഒന്നും നോക്കില്ല, നല്ല അറഞ്ചം പൊറിച്ചം തട്ടി. ഞാൻ ചോറിൻ്റെ മുഖത്ത് കമ്ന്നാണോ ചോറ് എൻ്റെ മുഖത്ത് കമ്ന്നാണോ എനിക്കറിയില്ല. എന്തായാലും നല്ല കണ്ണും പൊട്ടി നല്ല തട്ടലാട്ടിയിരിക്കണം. അപ്പോൾ ശരി മക്കളെ, അടുത്ത വീഡിയോ പാക്കലാം. ബൈ.